അപ്പീൽ പോകാൻ തന്നെയാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു അസാധാരണങ്ങളിൽ അസാധാരണമായ ഒരു വിധിയായിട്ടാണ് അത് കാണുന്നത്. 133 പേജുള്ള വിധിന്യായത്തിലെ 7 കണ്ടെത്തലുകളും ഒരു പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നതിന് പ്രാപ്തമാണോ എന്ന് ഒറ്റനോട്ടത്തിൽ സംശയമുള്ളതാണ്. അത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അത് പരിശോധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ശിക്ഷിക്കപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയവും ആയ തെളിവുകൾ, സാഹചര്യ തെളിവുകളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്, അതിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നുള്ളത് ഒരു അസാധാരണമായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ നീതിന്യായ സംവിധാനത്തിനകത്ത് കീഴ്ക്കോടതികളുടെ വിധികളിൽ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഉയർന്ന കോടതിയെ സമീപിക്കാനുള്ള സംവിധാനങ്ങളാണുള്ളത്. ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ആഭ്യന്തര വകുപ്പും അത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും കുറ്റമറ്റ രീതിയിലാണ് ഈ അന്വേഷണം നടന്നിട്ടുള്ളതെന്ന് പൊതുവെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ്. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു. DNA തെളിവ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണവും പ്രോസിക്യൂഷനും പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ തന്നെ ചില പ്രതികരണങ്ങൾ വരികയുണ്ടായിരുന്നു. എല്ലാ ദിവസവും കോടതിയിൽ വന്നിരുന്ന ആളുകൾ ഉൾപ്പെടെ പ്രതിഭാഗം പോലും പറയാത്ത ചില ന്യായങ്ങൾ കോടതി വിധിയുടെ കൺക്ലൂഷനിൽ കാണുന്നുണ്ട് എന്ന് അവർ തന്നെ പറയുന്നത് കേൾക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, അസാധാരണങ്ങളിൽ അസാധാരണമായ ഒരു വിധിന്യായമായിട്ടാണ് ഒറ്റനോട്ടത്തിൽ കാണുന്നത്. അതുകൊണ്ട് ശരിയായ നീതി ലഭിക്കുന്നതിന് ഉയർന്ന കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. പ്രതികൾ RSS പ്രവർത്തകരാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോട്ടീവും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ വലിയ വിമർശനങ്ങളാണ് പ്രോസിക്യൂഷനെതിരെ ഉള്ളത്. അതിൽ മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതാണെന്ന് തോന്നുന്നില്ല. അതിപ്പോൾ ഉയർന്ന കോടതി കൂടി നോക്കേണ്ടതാണല്ലോ. പിന്നെ അവസാന ഭാഗം വായിക്കുമ്പോൾ ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടിട്ട് ഏറ്റവും കടുത്ത ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതല്ലാതെ, അത്തരം കാര്യം വേണമെങ്കിൽ അതിന് പറയാമെന്നല്ലാതെ കുറ്റവിമുക്തരാക്കുമ്പോഴുള്ള ഒരു കാരണവും സാധാരണഗതിയിൽ അതിൽ നിന്ന് ഉണ്ടാകേണ്ടതില്ല. പക്ഷെ കോടതി വേറെ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് സംബന്ധിച്ച് അപ്പീൽ പോകണം എന്ന് തന്നെ സർക്കാർ തീരുമാനിക്കുന്നത്. DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അത് പരിശോധിക്കുന്നുണ്ട്. കുടുംബവും അതുപോലെ തന്നെ ഈ കേസിൽ എല്ലാ ദിവസവും ഈ വിചാരണ നടക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം കോടതിയിൽ പോയിരുന്ന ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ശരിയായ രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളതെന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഏറ്റവും ശരിയായ രീതിയിൽ തന്നെ അപ്പീൽ പോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്.